ഞാൻ എൻ്റെ വീട്ടിൽ പൂനൂർ വന്നതാണ്. എൻ്റെ വീട് ഇവിടെ കേട്ടോ. വീടിൻ്റെ നേരെ പുറകിലായിട്ട് എൻ്റെ വാപ്പ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദ്രോഹം എന്നല്ല പറയാം. ദ്രോഹമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. വാപ്പാക്ക് ഞങ്ങൾ 3 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടിയിട്ട് എന്താ പറയാ, ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കാലക്കേടിന് പറഞ്ഞതിന്റെ അതിൽ ഇവളുടെ വാപ്പ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ഇവളുടെ തള്ളേനെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ട്. അയാൾ പകലൊന്നുമില്ലാതെ വണ്ടി ഓടിക്കാൻ പോയി. അയാൾ വേറെ സ്ഥലത്ത് ഡ്രൈവിംഗ് നടത്തി. ഇപ്പൊ അവളുടെ ഉമ്മ ഇവിടെ ഡ്രൈവിംഗ് നടത്തി. അങ്ങനെ ഉണ്ടായതാണ് ഈ 3ാമത്തെ ധൂർത്തുപുത്രി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൂത്ത 2ന്റെയും സ്വഭാവമാണോ ഇവൾക്ക്? അപ്പൊ ഇവളുടെ ഉമ്മ കട്ട് വെടിവെക്കാൻ പോയിട്ടല്ലേ ഇവളുണ്ടായത്. വാപ്പ പകലില്ലാതെ ഡ്രൈവിങ്ങിന് പോകുന്ന ആളെന്നാണ് ഇവള് പറഞ്ഞേക്കണത്. അപ്പൊ പോകുമ്പോ മക്കളെ ഉണ്ടാക്കാൻ ഇയാൾക്ക് ഇവിടെ നേരം, ആൾക്കാർ കയറി നിരങ്ങി, അങ്ങനെ ഉണ്ടായ സാധനമാണ് ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കാലക്കേടിന് പറഞ്ഞതിന്റെ അതിൽ ഞങ്ങളെ കുടുംബം തന്നെയാണ് വന്നു വീണത്. അപ്പൊ ഇപ്പതേ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. ഇപ്പതേ ഞാനും ഇവിടെ പുറത്തിറങ്ങിയപ്പം അവൾക്ക് എന്തില്ലാത്ത കണ്ണനോടുള്ള പ്രണയം. കണ്ണാ കണ്ണാ, നീ കേൾക്കുന്നുണ്ടോ കണ്ണാ എന്നുള്ള വിളി. അപ്പൊ അവള് കണ്ണ എന്ന് വിളിക്കുന്നതിനാണ് നിനക്ക് വിഷമം. അവള് വിളിക്കട്ടടി. കണ്ണൻ ആര് വിളിച്ചാലും കണ്ണൻ ചിലപ്പോ അവർക്ക് കൂടെ പോയെന്നൊക്കെ ഇരിക്കും. അങ്ങനെ ഇന്നാളുടെ മാത്രമാണ് ഇന്നാളെ വിളിക്കാവൂ, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. പിന്നെ ഈ കണ്ണനെ വിളി ഇത് നിനക്കിട്ട് താങ്ങുന്നതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. പക്ഷെ അവര് ഏറ്റവും വൈകിയാണ് ഇത് വിളിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. ഇതൊക്കെ കുറച്ചു മുമ്പ് ആവാമായിരുന്നു, മനസ്സിലായ? പിന്നെ ആ വീടും ഈ വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ടും അവരുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തുന്നു, വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തിയിട്ട് എന്തെടുത്തില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതല്ലേ വാസ്തവം. ഇവൾക്ക് എല്ലാവരെയും പൂട്ടണം. ഇവളുടെ സ്വഭാവം ഒന്നാമത് അവിടെ എല്ലാവർക്കും അറിയാം. പിന്നെയൊക്കെ വാർഡ് മെമ്പർ ഇവള് പറയുന്നത് കേൾക്കുവോ? അപ്പൊ ഇത് വാപ്പാന്റെ ആൾക്കാർ തന്നെ എഴുതി നിന്നെ ഇങ്ങനെ ഇട്ട് പൊരിക്കുന്നത്. നിനക്ക് അങ്ങനെ വേണോടി, അങ്ങനെ വേണം. അപ്പൊ എന്റെ വീഡിയോ ഈ പറയുന്ന കുടുംബക്കാര് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളൊക്കെ പ്രതികരിച്ചതിന് ശേഷം ആൾക്കാർ ഒത്തിരി മുന്നോട്ട് വരുന്നുണ്ട്. നീ അതെങ്കിലും ഇനിയെങ്കിലും നീ സത്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം എന്നെ ഇനി ഇങ്ങനെ കളിയാക്കാൻ നിന്നാല് പബ്ലിക്കായിട്ടാ ഞാൻ പറയുന്നത്, പോരെ കയറിയിട്ട് ഞാൻ തല്ലും. എനിക്കത് ഏവളായാലും ഏവനായാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇവളെ എവിടെ ചെന്നാലും പ്രശ്നമാണെന്ന്. അപ്പൊ വീട്ടിൽ കയറി അവരെ തല്ലുമെന്നാണ് ഈ ഡാഷിന്റെ മോള് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തന്തയില്ലാത്തോള്. കാരണം ഇവളുടെ കൂടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് അവളുടെ തന്തയില്ലാന്ന് ഇവളുടെ സ്വഭാവം വെച്ചിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ തന്ത ഡ്രൈവിംഗ് പണിക്ക് പോയപ്പോ ഇവളുടെ ഉമ്മ കള്ളവെടിക്ക് പോയിട്ടാണ് ഇവളെ ഉണ്ടാക്കിയതെന്ന് ഇവളുടെ സ്വഭാവം കണ്ടാൽ അറിയാം. അതിലൊരു തർക്കവും ഇല്ല. ഇവള് വീട്ടിൽ കയറി തല്ലുമെന്നാണ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവള് നിങ്ങളുടെ വീട്ടിലോട്ടാണ് വരുന്നത്, അല്ലാണ്ട് നിങ്ങൾ അവളുടെ വീട്ടിലോട്ടല്ല പോകുന്നത്. അപ്പൊ വീട്ടിൽ കയറി തല്ലാൻ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പുരുഷന്മാരുണ്ടെങ്കിൽ മാറ്റി നിർത്തുക. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുരുഷന്മാർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് വേറെ വഴിക്ക് കൊടുക്കുകയുള്ളു. അതാണ് ഇവളുടെ ബുദ്ധി. ഈ ബുദ്ധി കേരളക്കരയിൽ മുഴുവൻ മനസ്സിലായിട്ടില്ല എന്നാണ് ഈ വിഡി കുഷ്മാണ്ഡത്തിന്റെ ഉള്ളിലിരിപ്പ്. ഇവൾക്കിടെ വിചാരം ഇവള് കണ്ണടിച്ചിരുന്നു പാല് കുടിച്ച ബാക്കി എല്ലാവർക്കും ഇരുട്ടാണെന്നാണ്. മനസ്സിലായില്ലേ? ഏത് കൊല കൊമ്പിയായാലും നിങ്ങൾ പെണ്ണുങ്ങൾ കൂടി കൈകാര്യം ചെയ്യുക, അടിച്ചു ഒതുക്കുക. എന്ത് കേസിന്റെ പുറകെ വന്നാലും അടിച്ചൊതുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ നായിന്റെ മോളെ അടിച്ച് പഞ്ഞിക്കിടണം. നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ടല്ലേ നിങ്ങളുടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടിയാലും ഒരാളും ചോദിക്കാൻ വരൂല. കേസായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ളതല്ല. ഈ നായിന്റെ മോള് നിങ്ങളെ തല്ലാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ എത്ര പെണ്ണുങ്ങൾ ആ കുടുംബത്തുണ്ടോ ആ പെണ്ണുങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യണമെന്നാണ്. അവിടെ അടിക്കാൻ പൊക്കിയ കൈ ഒടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല വഴിയിൽ എവിടെ കണ്ടാലും ഈ സാധനത്തിനെ പൊറോട്ട അടിക്കണ പോലെ അടിച്ചോടിക്കണം. അമ്മാതിരി വേസ്റ്റ് സാധനമാണ് ഇത് കേരളത്തിന്. നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിക്കാൻ കയറി വന്നവളെ നിങ്ങൾക്ക് പഞ്ഞിക്കിടാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. എൻ്റെ വീട്ടിലോട്ടൊക്കെ ആയിരിക്കണം ഇമ്മാതിരി പറഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അടിച്ചവിടെ അണപ്പല്ലി ഞാൻ തെറിപ്പിക്കും.
ഒരു സ്ത്രീകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഏകദേശം ഇതാക്കി വരും. പക്ഷെ പുരുഷന്മാരെ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പുരുഷന്മാരെ നീക്കി നിർത്തണമെന്ന്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ 5-6 സ്ത്രീകൾ ഉണ്ടെന്നാണല്ലോ ഇപ്പൊ ഇവള് പറഞ്ഞത്. ഈ 5-6 സ്ത്രീകൾ മതി, ധാരാളം. ഇവള് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ആ ഒരു ഉറപ്പുള്ള പെണ്ണാണെങ്കിൽ ഇവള് പൊരുതി നിൽക്കട്ടെ. അടിച്ച് ഇവക്കടെ കയ്യും കാലും ഒട്ടിക്കണം, അവിടെ ഇട്ട് തറയിലിട്ട് ഇവളെ ചവിട്ടി കൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മേലാലെ ഒരാളെ കൈ പൊക്കി അടിക്കുമെന്ന് പറയാൻ അവൾക്ക് തോന്നാത്ത രീതിയിൽ ആക്കി ചവിട്ടി കൂട്ടിക്കൊള്ളണം. ഇത് നന്നായിട്ട് മനസ്സിലാക്കി. ഉമ്മ പറയുന്നത് ഉമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലല്ലോ. കന്നാ കേക്കോ, കന്നാ കന്നാ എന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ഒരു മോയന്റെ തള്ള. ആ തള്ളനോട് ഞാൻ ഈ തള്ളക്ക് തെളിവ് സഹിതം ഇവർ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തു. തള്ളനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് കാണിച്ചു കൊടുത്തതാ. അന്ന് ആ തള്ളനോട് നടപടി എടുക്കാൻ പറഞ്ഞപ്പോ ആ തള്ളക്ക് പറ്റൂല. ഞാനിപ്പോഴും വെറുതെ വിട്ട് നടക്കുന്നത് ഒരു തള്ളയും കോഴിക്കുഞ്ഞുങ്ങളെ പോലെ 4-5 മക്കളും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതുങ്ങൾ കിടന്ന് അയാളില്ലാത്തോണ്ട് ഇടങ്ങാറാവണ്ടാന്ന് കരുതിയിട്ടാണ്. ഇതുപോലത്തെ ഒരു അയൽവക്കം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ അത് മതി മക്കളെ, നമ്മുടെ കഷ്ടകാലവും പുകയും അവിടെ തുടങ്ങാൻ. ഏതായാലും അവളുടെ കണ്ണിന് നോക്കിയിട്ടാണ് വന്നു. അപ്പൊ അങ്ങ് ഒക്കെ കണ്ണാവ് കുറിയാനൊക്കെ നടുക്കത്ത് ചവിടക്കാലത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത ആൾക്കാർക്ക് അവരുടെ നാവുകൊണ്ട് കണ്ണനെ വിളിക്കാലേ. എന്തല്ല ഇവളുടെ തന്ത എന്ന് പറയുന്ന ആ നായിന്റെ മോൻ ഇവൾക്ക് 14 വയസ്സുള്ളപ്പോ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പോക്സോ കേസ് കൊടുത്തതാണ് എന്റെ മകളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട്. ആ നായിന്റെ മോൻ ചെയ്ത കാര്യം തന്നെയല്ലേ ഇവളും ചെയ്യുള്ളൂ. ഇപ്പൊ ഇവളുടെ മകളെ വെച്ചിട്ടാണ് പോക്സോ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പോക്സോ കേസ് കൊടുത്തവൻ എന്ന് പറയുന്ന ആളായിട്ട് ഇവള് പ്രണയത്തിലായിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ തെറ്റി. അത് തെറ്റാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വേറൊരുത്തരുമായി അഴിഞ്ഞാടുന്നത് അവൻ കണ്ടു. അങ്ങനെ ചോദിക്കലും പറയലും ഒക്കെ ആയി കഴിഞ്ഞു വന്നപ്പം ഇവൻ ശത്രുവായി. ശത്രുവിനെ നശിപ്പിക്കാൻ ഇവള് എന്ത് പണിയും ചെയ്യും. ഒന്നാണ് ഇപ്പൊ അവന് വെച്ചു കൊടുത്തിരിക്കുന്ന ഇവളുടെ സ്വന്തം മോളെ കരുവാക്കിക്കൊണ്ട് ഇവള് പോക്സോ കേസ് ആ ചെക്കനെതിരെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ തള്ളാന്ന് നോക്കിയേ. നമ്പർ 1 വെടിച്ചില് തള്ളല്ലേ ഇത്. ഏത് തള്ളമാരായാലും ഇങ്ങനെ ചിന്തിക്കും, എനിക്കോ എൻ്റെ ഭാവി പോയി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കേസിൽ ഇതായി, ഇനിയിപ്പോൾ ആര് കൊടുത്തതെങ്കിലും ആവട്ടെ, ഒരു കേസിൽ പെട്ടു, അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഈ ഗതി വരരുതെന്നല്ലേ സാധാരണ തള്ളമാർ ചിന്തിക്കുക. അപ്പോൾ ഒരുത്തനെ പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിന്റെ ഭാവി വെച്ച് കളിക്കുന്ന തള്ളേനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ? ഈ നായിന്റെ മോളാണ് അത്. ഇവൾക്ക് പ്രാന്താണ്, മുഴുപ്രാന്ത്. അപ്പൊ അത്രയും പെൺകുട്ടികളുള്ള വീടാണല്ലോ. അപ്പൊ നിങ്ങള് പെണ്ണുങ്ങളൊക്കെ കൂടി പുരുഷന്മാരെ ഇതിനകത്ത് ഇടപെടി വെക്കരുത്. പുരുഷന്മാരെ ഇടപെട്ട കേസ് മാറും, കേസിന്റെ വകുപ്പ് മാറും, ഇവള് മാറ്റും. അത്തരത്തിലുള്ള വെറുത്തായോളി മോളാണ് ഇവള്. പണ്ട് ആൾക്കാർ കാലുപയോഗിച്ച് കറ്റ മെതിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ രീതിയിൽ ചവിട്ടി കൂട്ടിക്കോളി. അതാണ് എനിക്ക് പറയാനുള്ളത്. ചവിട്ടി മെതിച്ചോളി. മേലാലി ഇവള് എഴുന്നേറ്റ് നിവർന്ന് നിന്നിട്ട് നാട്ടുകാരെ ഇങ്ങനെ പറയാനായിട്ട് വരാത്ത രീതിയിൽ ചവിട്ടി കൂട്ടിക്കോളി.